എല്ലാവർക്കും വേ ടു വിൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. കേരള PSC ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാർട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ഏതൊക്കെയാണ് ബുക്സ് റെഫർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞാനിപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ AK ഖുറാനയുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ഐ, അതുപോലെ AK ഖുറാനയുടെ തന്നെ തിയറി ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഒപ്റ്റിക്സ് ആൻഡ് റിഫ്രാക്ഷൻ, പിന്നെ AK ഖുറാനയുടെ കോംപ്രഹെൻസീവ് ഒഫ്താൽമോളജി, പിന്നെ സ്ക്വിൻറ്റിന് വേണ്ടിയിട്ട് സ്ക്വിൻറ്റിൻ്റെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അപ്പോൾ സ്ക്വിൻറ്റിന് വേണ്ടിയിട്ട് പ്രദീപ് ശർമ്മയുടെ സ്ട്രാബിസ്മസ്, പിന്നെ റിവ്യൂ ഓഫ് ഒഫ്താൽമോളജി എന്ന് പറഞ്ഞ് AK ഖുറാനയുടെ തന്നെ ഒരു 7th എഡിഷൻ്റെ ചെറിയൊരു ബുക്ക് കൂടെ ഉണ്ട്. ഇതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കായിട്ട് റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഗൂഗിളിൽ PPT ആയിട്ടും സ്ലൈഡ് ഷെയർ ആയിട്ടൊക്കെ ഉണ്ടാവും. ഡൗട്ട് ഉള്ളത് വരുമ്പോൾ അതിലും കൂടെ ഒന്ന് നോക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് ക്ലാസ്സുകൾ ഇടുന്നത്. ഞാനിതിൽ സിലബസ് വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ഐ ആണ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങളത് വായിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. അതില്ലാത്തവർ ഗൂഗിൾ സ്ലൈഡുകളോ അല്ലെങ്കിൽ PPTകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നോക്കി നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് വേണം ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കൂടെ കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിലബസിലെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള സിലബസ് ഞാൻ വേറൊരു വീഡിയോയിൽ പിൻ ചെയ്ത് വെച്ചായിരുന്നു. ഇനി ഇതിൽ വേണമെങ്കിൽ ഒന്നും കൂടെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അനാട്ടമി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് മൈക്രോബയോളജിയാണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് മൈക്രോബയോളജി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ DME നടത്തിയ എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ 32 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 63 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 95 പേരാണ് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 80.67 ആണ്. അപ്പോൾ നെക്സ്റ്റ് DHS വരുമ്പോഴും ഈ ഒരു ലെവലിനേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിക്ക് വേണം പഠിക്കാൻ. ഇപ്പോഴേ കട്ട് ഓഫ് 80.67 വന്നു കഴിഞ്ഞു. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 8th ബാച്ചായിരുന്നു. ഞങ്ങളെ ബാച്ചിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ 4 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. അതുപോലെ ഒരാൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട്. ഷോർട്ട് ലിസ്റ്റിൽ വന്നതുകൊണ്ട് മാത്രം ജോബ് കിട്ടാനുള്ള ചാൻസ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം വാക്കൻസി അത്രയും കുറവാണ്. 9 വാക്കൻസിയെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ലിസ്റ്റിൽ വരാത്തവർ അതും വിചാരിച്ചിരിക്കരുത്. കാരണം ഇനി DHS വരുന്നുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനാകുമ്പോൾ വാക്കൻസികളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെ ചാൻസസും കൂടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. 80th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ? ഓപ്ഷൻസ്: A. Meridional amblyopia is usually associated with myopia. B. Occlusion therapy is not effective in amblyopia. C. Visual acuity in amblyopes is less when tested with Snellen's chart than when tested with single letter optotypes. Amblyopia treatment should be started only after the child reaches adolescence. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? വായിക്കുമ്പോഴേ അധികം പേർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓരോ ഓപ്ഷൻസും നോക്കാം. ഓപ്ഷൻ A എന്താ പറഞ്ഞത്? മെറിഡിയണൽ ആംബ്ലിയോപ്പിയ ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് മയോപ്പിയ എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. മെറിഡിയണൽ ആംബ്ലിയോപ്പിയ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അസ്റ്റിഗ്മാറ്റിസം ആയിട്ടാണ്. അതുപോലെ ഓപ്ഷൻ B പറഞ്ഞത് ഒക്ലൂഷൻ തെറാപ്പി ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ ആംബ്ലിയോപ്പിയ എന്നാണ്. പക്ഷേ ആംബ്ലിയോപ്പിയക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഒക്ലൂഷൻ തെറാപ്പി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വിഷ്വൽ അക്യൂട്ടി ഇൻ ആംബ്ലിയോപ്സ് ഈസ് ലെസ് വെൻ ടെസ്റ്റഡ് വിത്ത് സ്നെല്ലൻസ് ചാർട്ട് ദാൻ വെൻ ടെസ്റ്റഡ് വിത്ത് സിംഗിൾ ലെറ്റർ ഒപ്റ്റോടൈപ്സ്. ഇത് കറക്റ്റാണ്. കാരണം സിംഗിൾ ലെറ്റർ ഒപ്റ്റോടൈപ്സ് ആകുമ്പോൾ ആംബ്ലിയോപ്പിയ ഉള്ളവർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണും. നമ്മൾ സാധാ സ്നെല്ലൻ ചാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ, സാധാരണ സ്നെല്ലൻ ചാർട്ട് ആകുമ്പോൾ എന്താണ്, അതിൽ ലെറ്റേഴ്സൊക്കെ ഒരു ലൈനിൽ തന്നെ 4-5 ലെറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ലെറ്റേഴ്സിൻ്റെ ഒരു ക്ലൗഡിങ് പോലെ അവർക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിംഗിൾ ഒപ്റ്റോടൈപ്സ് ആകുമ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതിൽ കുറച്ചുകൂടെ വിഷ്വൽ അക്യൂട്ടി ഉള്ള പോലെ അവർക്ക് തോന്നും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നെക്സ്റ്റ് ഓപ്ഷൻ D പറഞ്ഞത് ആംബ്ലിയോപ്പിയ ട്രീറ്റ്മെൻറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് ഓൺലി ആഫ്റ്റർ ദ ചൈൽഡ് റീച്ചസ് അഡോളസെൻസ്. ഇത് വളരെ ഇൻകറക്റ്റ് ആണ്. നമ്മൾ ഇയർലി സ്റ്റേജിൽ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആംബ്ലിയോപ്പിക് ആണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഏറ്റവും ബെറ്റർ.
അതിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിക്കവറി ചാൻസും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ സി മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോസിറ്റീവ് ഓർഗാനിസം ഓഫ് ഡെൻഡ്രൈറ്റിക് അൾസർ ഈസ് ഓപ്ഷൻസ് എ ആസ്പെർഗില്ലസ്, ബി ഹെർപ്പസ് സിംപ്ലെക്സ്, സി സ്റ്റഫൈലോകോക്കസ്, ഡി ന്യൂമോകോക്കസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹെർപ്പസ് സിംപ്ലെക്സ് ആണ്. കോർണിയൽ അൾസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്, ഡിസീസസിൻ്റെ പാർട്ട് എന്നാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർണിയൽ അൾസേഴ്സിന് കാരണമായിട്ടുള്ള എത്തിയോളജിക്കൽ ഏജൻസ് അല്ലെങ്കിൽ കോമണസ്റ്റ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഈ ഒരു ചാർട്ടും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഹൈപ്പോപയോൺ കോർണിയൽ അൾസർ മെയിനായിട്ട് ന്യൂമോകോക്കസ് ആണ് ഉണ്ടാക്കുന്നത്. മൈക്കോട്ടിക് കോർണിയൽ അൾസർ ആസ്പെർഗില്ലസ് ഫ്യൂമിഗേറ്റസ്. മാർജിനൽ കോർണിയൽ അൾസർ അല്ലെങ്കിൽ കാറ്ററൽ കോർണിയൽ അൾസർ ഉണ്ടാക്കുന്നത് കോച്ച്വിക്സ് ബാസിലസ് എന്നറിയപ്പെടുന്ന ഹീമോഫീലസ് ഈജിപ്റ്റിക്കസ്. ടിപ്പിക്കൽ ഡെൻഡ്രൈറ്റിക് കോർണിയൽ അൾസർ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ്. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. വെരി റാപ്പിഡ്ലി പ്രോഗ്രസീവ് സ്ലഫിംഗ് കോർണിയൽ അൾസർ സ്യൂഡോമോണാസ്. അൾക്കസ് സെർപ്പൻസ് ന്യൂമോകോക്കസ്. ഈ അൾക്കസ് സെർപ്പൻസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമോകോക്കസ് ആണ്. ഫാസ്കുലർ അൾസർ ഫ്ലിങ്ടനുലോസിസ്. ലാസ്റ്റ് അത്തിറോമാറ്റസ് അൾസർ. ഇതിൻ്റെ എത്തിയോളജിയാണ് പറഞ്ഞിരിക്കുന്നത്, ഡീജനറേറ്റീവ് ചേഞ്ച് ഇൻ ഓൾഡ് ലോക്കോമ. അപ്പോൾ ഈ ഒരു ടേബിൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഹൈപ്പോപയോൺ കോർണിയൽ അൾസർ ന്യൂമോകോക്കസ്, മൈക്കോട്ടിക് കോർണിയൽ അൾസർ ആസ്പെർഗില്ലസ് ഫ്യൂമിഗേറ്റസ്, മാർജിനൽ കോർണിയൽ അൾസർ അതിനെ തന്നെ കാറ്ററൽ കോർണിയൽ അൾസർ എന്നും പറയും, ഹീമോഫീലസ് ഈജിപ്റ്റിക്കസ്. ടിപ്പിക്കൽ ഡെൻഡ്രൈറ്റിക് കോർണിയൽ അൾസർ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ്. വെരി റാപ്പിഡ്ലി പ്രോഗ്രസീവ് സ്ലഫിംഗ് കോർണിയൽ അൾസർ സ്യൂഡോമോണാസ്. അൾക്കസ് സെർപ്പൻസ് ന്യൂമോകോക്കസ്. ഫാസിക്കുലാർ അൾസർ ഫ്ലിങ്ടനുലോസിസ്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് എ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്? ഓപ്ഷൻസ് എ ഓട്ടോക്ലാവിംഗ്, ബി സ്റ്റീമിംഗ്, സി ബോയിലിംഗ്, ഡി ഇൻസിനറേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻസിനറേഷൻ ആണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡായിട്ട് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്ക്, നമ്മളെ സിലബസിലെ അടുത്ത ടോപ്പിക്ക് മൈക്രോബയോളജിയാണ് വരുന്നത്. ആ ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. അപ്ലനേഷൻ ടോണോമെട്രി വാല്യൂസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓപ്ഷൻസ് എ കോർണൽ ഡയാമീറ്റർ, ബി ആൻറ്റീരിയർ ചേംബർ ഡെപ്ത്, സി ലെൻസ് തിക്നെസ്, ഡി കോർണൽ തിക്നെസ്. ഈ അപ്ലനേഷൻ ടോണോമെട്രിയെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അപ്ലനേഷൻ ടോണോമെട്രിയുടെ പ്രിൻസിപ്പിൾ ഇംബേർഡ് ഫിക്സ് ലോ ആണ്. അത് പ്രകാരം നമ്മളുടെ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ഇതാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ഒന്നുകിൽ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം അല്ലെങ്കിൽ ഏരിയ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് കോർണിയയുടെ ആ ഒരു തിക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അപ്ലനേഷൻ ടോണോമെട്രി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കോർണിയൽ തിക്നെസ്സിനെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിഗാർഡിംഗ് ആൻറ്റീരിയർ uveitis all of the following statements are true except options A pilocarpine is the drug of choice, B it can cause glaucoma, C it may be associated with arthritis, D it may have a recurrent or chronic course. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബാക്കി പറയുന്നവയെല്ലാം ആൻറ്റീരിയർ uveitisസുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതെന്ത് ചെയ്യുന്നു, ഗ്ലോക്കോമക്ക് കാരണമാവുന്നുണ്ട്, അതുപോലെ ആർത്രൈറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും കാണാറുണ്ട്, അതുപോലെ ഇതൊരു റിക്കറൻ്റ് ആയിട്ടും ക്രോണിക് ആയിട്ടൊക്കെ വരാം. എന്നാൽ നമ്മൾ ആൻറ്റീരിയർ uveitisൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് പറയാറുള്ളത് മിഡ്രിയാറ്റിക്സും സ്റ്റീറോയിഡ്സും ഒക്കെയാണ്. ഈ പൈലോകാർപ്പിൻ എന്ന് പറയുന്നത് മയോട്ടിക്സ് ആണ്. അത് പ്യൂപ്പിലറി ഒക്ലൂഷനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊരു കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഡ്രഗ്സിൽ വരുന്നതാണ് പൈലോകാർപ്പിൻ. അപ്പോൾ അത് നമുക്ക് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, ദ ഹോൾമാർക്ക് ഓഫ് പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഈസ് ഓപ്ഷൻസ് എ മൈക്രോ അന്യൂറിസംസ്, ബി ഡോട്ട് ആൻഡ് ബ്ലോട്ട് ഹെമറേജസ്, സി നിയോവാസ്കുലറൈസേഷൻ, ഡി ഹാർഡ് എക്സുഡേറ്റ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, നിയോവാസ്കുലറൈസേഷൻ ആണ്. നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതിനെ നോൺ ഡയബറ്റിക് റെറ്റിനോപ്പതിയെന്നും പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നോൺ പ്രോലിഫറേറ്റീവ് തന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ ഒക്കെ ഉണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഹോൾമാർക്കായിട്ട് കാണുന്നവയാണ് മൈക്രോ അന്യൂറിസംസും ഹാർഡ് എക്സുഡേറ്റ്സും ഡോട്ട് ആൻഡ് ബ്ലോട്ട് ഹെമറേജസും ഒക്കെ. എന്നാൽ നിയോവാസ്കുലറൈസേഷൻ മെയിനായിട്ട് വരുന്നത് ഈ പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ സ്റ്റേജിലാണ്. അത് ഭയങ്കര സിവിയർ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് കൈനറ്റിക് പെരിമെട്രി? ഓപ്ഷൻസ് എ ലിസ്റ്റർ പെരിമെട്രി, ബി ഹംഫ്രി ഫീൽഡ് അനലൈസർ, സി ടാൻജൻറ്റ് സ്ക്രീൻ, ഡി കൺഫ്രണ്ടേഷൻ ടെസ്റ്റ്.
ഇതും നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങളാണ് പറയേണ്ടത്. കഴിഞ്ഞ ക്ലാസ് കണ്ടവരാണെങ്കിൽ എന്തായാലും അറിയണം. ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല, അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻസ്: എ, ചാൽക്കോസിസ് റിസൾട്ട്സ് ഡ്യൂ ടു retained iron foreign body in the eye. B, sunflower cataract may be seen in chalcosis. C, rosette cataract may be seen in siderosis bulbi. D, none of the above. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സൺഫ്ലവർ കാറ്ററാക്ട് മേ ബി സീൻ ഇൻ ചാൽക്കോസിസ്. ചാൽക്കോസിസിൽ നമുക്ക് സൺഫ്ലവർ കാറ്ററാക്ട് കാണാൻ പറ്റും. ഓപ്ഷൻ എ എന്താണ്? ചാൽക്കോസിസ് എന്ന് പറയുന്നത് റീറ്റെയിൻഡ് കോപ്പർ ഫോറൈൻ ബോഡിയാണ്. എന്നാൽ ഇവിടെ അയൺ ആണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. പിന്നെ ഓപ്ഷൻ സി എന്താണ്? റോസറ്റെ കാറ്ററാക്ട് നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റുക? അതിൽ നല്ല പെനട്രേറ്റിംഗ് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അതുണ്ടാവുന്ന ട്രോമ കാരണമാണ് മെയിനായിട്ട് റോസറ്റെ ഷേപ്പ്ഡ് കാറ്ററാക്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്. അതിനെ തന്നെയാണ് കൺക്യൂഷൻ കാറ്ററാക്ട് എന്നും പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് കോൺവെക്സ് ലെൻസ്? ഓപ്ഷൻസ്: എ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കറക്ഷൻ ഓഫ് മയോപ്പിയ. B, it has a thin center and thick periphery. C, it is a diverging lens. D, it magnifies an object held close to it. Answer is option D. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻകറക്റ്റ് ആണ്. കോൺവെക്സ് ലെൻസ് നമ്മൾ മയോപ്പിയയുടെ കറക്ഷൻ അല്ല, ഹൈപ്പർമെട്രോപ്പിയയുടെ കറക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അത് സെൻറ്ററിൽ നല്ല തിക്കായിരിക്കും, പെരിഫറിയിലേക്ക് വരുന്തോറുമാണ് തിന്നാവുന്നത്. അതുപോലെ അത് ഡൈവേർജിങ് ലെൻസ് അല്ല, അത് കൺവേർജിങ് ലെൻസ് ആണ്. ഓപ്ഷൻ എയും ബിയും സിയും ഒക്കെ നമ്മുടെ കോൺകേവ് ലെൻസിൻ്റെ ഫീച്ചേഴ്സാണ്. ഇതിൽ കോൺവെക്സ് ലെൻസിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് ഓപ്ഷൻ ഡി മാത്രമാണ്. നെക്സ്റ്റ്, ഓൾ ഓഫ് ദ ഫോളോവിങ് ആർ ആൻറ്റി ഗ്ലോക്കോമ മെഡിക്കേഷൻസ് എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ, ലാറ്റിനോപ്രോസ്റ്റ്. ബി, നാത്താർസുദിൽ. സി, നാറ്റാമൈസിൻ. ഡി, അസറ്റസോളമൈഡ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, നാറ്റാമൈസിൻ. ആൻറ്റി ഗ്ലോക്കോമ മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ. അപ്പോൾ നാറ്റമൈസിൻ എന്താ ഇതിൽ? ആൻറ്റി ഫംഗലാണ്. ബാക്കിയെല്ലാം ആൻറ്റി ഗ്ലോക്കോമ മെഡിക്കേഷൻസിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദി ഫോളോവിങ് പാരാമീറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ SRK ഫോർമുല ഫോർ ഇൻട്രാ ഒക്കുലാർ ലെൻസ് പവർ കാൽക്കുലേഷൻ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ, കെരാറ്റോമെട്രി. ബി, ആക്സിയൽ ലെങ്ത്. സി, പാക്കിമെട്രി. ഡി, എ കോൺസ്റ്റൻറ്റ് ഓഫ് ലെൻസ്. ഇതിൻ്റെ ആൻസറും കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടവരാണെങ്കിൽ കറക്റ്റായിട്ട് അറിയേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചപ്പോൾ കറക്റ്റ് SRK ഫോർമുല എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കൂടെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. പാക്കിമെട്രി ആണ് നമുക്ക് SRK ഫോർമുലയിൽ ആവശ്യമില്ലാത്തത്. ബാക്കിയെല്ലാം വേണം. കെരാറ്റോമെട്രി റീഡിംഗ് വേണം, ആക്സിയൽ ലെങ്ത് വേണം, എ കോൺസ്റ്റൻ്റ് ഒക്കെ വേണം. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, 4-diopter prism test is used in the diagnosis of. Options: A, exophoria. B, microtropia. C, diplopia. D, hypertropia. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മൈക്രോട്രോപ്പിയയുടെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് 4-diopter prism ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്കിന്നിൻ്റെ ഭാഗം എത്തുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ക്യാൻ കോസ് all of the following except. Options: A, Tranda spots. B, corneal ulcer. C, xerophthalmic fundus. D, night blindness. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ട്രാൻഡ സ്പോട്സ് ആണ് ഇതിൻ്റെ ആൻസർ. ഈ ട്രാൻഡ സ്പോട്സ് എവിടെയാണ് കാണുന്നത്? അത് കാണുന്നത് നമ്മുടെ വെർണൽ കെരാറ്റോ കൺജക്റ്റിവൈറ്റിസിലൊക്കെയാണ്, VKCയിലൊക്കെയാണ് ട്രാൻഡ സ്പോട്സ് കാണുന്നത്. അതിൻ്റെ ഒരു സൈനായിട്ട് പറയുന്നതാണ്. ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ഐക്ക് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ക്സിയോഫ്താൽമിയ. ഈ ക്സിയോഫ്താൽമിയനെ പല പല സ്റ്റേജുകളായിട്ട് WHO ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതും കൂടെ തന്നെ അറിഞ്ഞിരിക്കുക. ക്സിയോഫ്താൽമിയയുടെ ഫസ്റ്റ് സൈനായിട്ട് ഉണ്ടാവുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് നമ്മൾ X എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ആകുമ്പോഴേക്കും കഞ്ചൻറ്റേവൽ ക്സിറോസിസിലേക്ക് എത്തും. കഞ്ചൻറ്റേവൽ ക്സിറോസിസിനെ നമ്മൾ X1A എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പായിട്ട് ബിറ്റോഡ് സ്പോട്സ് വരും. ഈ ബിറ്റോഡ് സ്പോട്സിനെ നമ്മൾ X1B എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് കോർണിയൽ ക്സിറോസിസ് ഉണ്ടാവും. കോർണിയൽ ക്സിറോസിസ് അതിനെ നമ്മൾ X2 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ കോർണിയൽ ക്സിറോസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജായിട്ട് വരിക കോർണിയൽ അൾസറേഷനാണ്. കോർണിയൽ അൾസറേഷനെ തന്നെയാണ് കെരാറ്റോമലേഷ്യ എന്നും പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മളെ കോർണിയൽ സർഫസിൻ്റെ ഒരു 1/3 പാർട്ടിൽ താഴെയുള്ളതാണ് കോർണിയൽ അൾസറേഷനായിട്ട് മാറുക. അതിനെ X3A എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും
കോർണിയൽ അൾസറേഷൻ എന്തായി മാറും? മോർ ദാൻ 1/3 സർഫസിലേക്ക് സ്പ്രെഡ് ആവും. അതിനെ നമ്മൾ X3B എന്ന് റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ അതും കഴിഞ്ഞ് കോർണിയൽ സ്കാർ, സിറോഫ്താൽമിയ കാരണം കോർണിയൽ സ്കാർ ഉണ്ടാവും. അതിന് നമ്മൾ XS എന്ന് റെപ്രസെൻ്റ് ചെയ്യും. XS സ്കാർ എന്നുള്ളത് എസ് എന്ന് ഓർത്ത് വെക്കുക. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും XFലേക്ക് എത്തും. സിറോഫ്താൽമിക് ഫണ്ടസ് ആയിട്ട് മാറും. ഫണ്ടസിനെയും അഫക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് സിറോഫ്താൽമിയയുടെ വേരിയസ് സ്റ്റേജസ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സ് എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യും. X1A കൺജങ്ക്റ്റിവൽ ക്സിറോസിസ്, നെക്സ്റ്റ് X1B ബിറ്റോഡ് സ്പോട്സ്, പിന്നെ X2 എന്ന് പറയുന്നത് കോർണിയൽ ക്സിറോസിസ്. ഈ ലെറ്റർ റെപ്രസെൻറ്റേഷനും പഠിക്കുക, അതുപോലെ അതിൻ്റെ ഓർഡറും കറക്റ്റായിട്ട് പഠിക്കണേ. കോർണിയൽ ക്സിറോസിസും കൺജങ്ക്റ്റിവൽ ക്സിറോസിസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഫസ്റ്റ് പറഞ്ഞത് കൺജങ്ക്റ്റിവൽ ക്സിറോസിസ് ആണ്, അത് കഴിഞ്ഞ് ബിറ്റോഡ് സ്പോട്സിൻ്റെ സ്റ്റേജിലേക്ക് എത്തി, അതും കഴിഞ്ഞാണ് കോർണിയൽ ക്സിറോസിസിലേക്ക് എത്തുന്നത്. പിന്നെ X3A കോർണിയൽ അൾസറേഷൻ, പിന്നെ X3B കോർണിയൽ അൾസറേഷൻ മോർ ദാൻ 1/3 കോർണിയൽ സർഫസിലേക്ക് അഫക്റ്റ് ചെയ്യും. XS എന്ന് പറയുമ്പോൾ കോർണിയൽ സ്കാറിലേക്ക് എത്തും. പിന്നെ ലാസ്റ്റായിട്ട് XF സിറോഫ്താൽമിക് ഫണ്ടസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഗ്ലോക്കോമ. ഓപ്ഷൻസ്: A. Glaucoma is a non-progressive disease. B. It mainly affects the optic nerve. C. It is seen only in adults. D. It is always associated with the cataract. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. എന്താണ് അത്? മെയിനായിട്ട് ഒപ്റ്റിക് നെർവിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇൻകറക്റ്റ് ആണ്. അതായത് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ഡിസീസാണ്, നോൺ പ്രോഗ്രസീവ് അല്ല. പിന്നെ ഇറ്റ് ഈസ് സീൻ ഇൻ ഓൺലി അഡൾട്ട്സ് എന്ന് പറയുന്നതും തെറ്റാണ്. കാരണം ഗ്ലോക്കോമയുടെ ക്ലാസിഫിക്കേഷനിൽ ഒരുപാട് ടൈപ്പ് പറയുന്നുണ്ട്. അതിൽ കൺജനൈറ്റൽ ഗ്ലോക്കോമയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അഡൾട്ട്സിൽ മാത്രമേ സീൻ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ അതും ഇൻകറക്റ്റ് ആണ്. ഇറ്റ് മേ ബി അസോസിയേറ്റഡ് വിത്ത് കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു. ഇറ്റ് ഈസ് ഓൾവേസ് കാറ്ററാക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഡൊണേഷൻ ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഓൾ ഓഫ് ദി ഫോളോവിങ് കണ്ടീഷൻസ് ഇൻ ദ ഡോണർ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: A. എയ്ഡ്സ് ഓർ HIV ഇൻഫെക്ഷൻ, B. റാബീസ്, C. ആക്റ്റീവ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, D. ഡോണർ ഏജ് മോർ ദാൻ 60 years. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. കാരണം ഒരു ഡോണറിൻ്റെ ഏജ് 60 വയസ്സിൽ കൂടുതലാണെങ്കിലും കോർണിയക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് കോർണിയ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, ഹെൽത്തി കോർണിയ ആണെങ്കിൽ. പക്ഷേ ബാക്കി എയ്ഡ്സ്, റാബീസ്, ആക്റ്റീവ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇതൊക്കെ ഐ ഡൊണേഷനെ കോൺട്രാഇൻഡിക്കേറ്റ് ചെയ്യുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഒപ്റ്റിക്കൽ പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഇൻ ഗ്ലാസസ് ആൻഡ് ലെൻസസ്. ഓപ്ഷൻസ്: A. കൊഹറൻസ്, B. ഡിഫ്രാക്ഷൻ, C. ഇൻ്റർഫറൻസ്, D. പോളറൈസേഷൻ. ഇതിൻ്റെ ആൻസർ ഇൻ്റർഫറൻസ് ആണ്. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയാം. ഇതിൽ കൊഹറൻസ് എന്ന് വെച്ചാൽ എന്താണ്? കൊഹറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് വേവ്സിൻ്റെ ഫ്രീക്വൻസി, അതുപോലെ വേവ് ലെങ്ത്ത്, ഫേസ് ഇവയൊക്കെ സെയിം ആയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീനെയാണ് കൊഹറൻസ് എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ എന്താണ്? ഡിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ലൈറ്റ് വേവ്സ് സർഫസുകളിലൊക്കെ തട്ടി ബെൻഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുക, ലൈറ്റിൻ്റെ ബെൻഡിങ്ങിനെ. ഇനി ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് രണ്ട് ലൈറ്റ് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിന ഉണ്ടാവുക. അത് കൺസ്ട്രക്റ്റീവും ഉണ്ട്, ഡിസ്ട്രക്റ്റീവും ഉണ്ട്. ഇനി കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ രണ്ട് ലൈറ്റ് വേവ്സും സെയിം ഫേസിലായിരിക്കും. അപ്പോൾ അവ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ടിനും കൂടെയുള്ള ഡബിൾ ആയിട്ടുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും കിട്ടുക. അങ്ങനെയുള്ള ഒരു ലൈറ്റ് വേവ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക റിസൾട്ടായിട്ട്. എന്നാൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ എന്ത് ചെയ്യുക? ഈ രണ്ടും ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും രണ്ട് ലൈറ്റ് വേവ്സ്. അപ്പോൾ നമുക്ക് രണ്ടിനും കൂടി ഡിക്രീസ് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും കിട്ടുക. അതാണ് ഇവിടെ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഇനി പോളറൈസേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ലൈറ്റ് വേവ്സ് മാത്രം കാണിക്കുന്ന ഒരു ഫിനോമിനയാണ്. അതായത് പോളറൈസ്ഡ് ലൈറ്റ്സ് ഒക്കെ ഒരു സെയിം പ്ലെയിനിലൂടെ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. അൺപോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ പല ഡയറക്ഷനിലൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിൽ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റുന്ന ആ ഒരു ഫിനോമിനയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദി ഫോളോവിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് ലോ വിഷൻ എയ്ഡ്സ് എക്സെപ്റ്റ്. ഓപ്ഷൻസ്: A. monocular telescope, B. Bagolini striated glasses, C. magnifying spectacles, D. Gottlieb field expander.
ഇതിൻ്റെ നമ്മൾ പേരെന്നെ ഒന്ന് കറക്റ്റായിട്ട് വായിച്ചാൽ മതി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആൻസർ എന്താണ്. ബഗോളിനിയാണ് ആൻസർ. ബഗോളിനി സ്ക്വിൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മളൊരു ലോ വിഷൻ എയ്ഡായിട്ട് കൊടുക്കുന്നില്ല. ബാക്കി മോണോക്കുലർ ടെലസ്കോപ്പ്, മാഗ്നിഫൈങ് സ്പെക്ടക്കിൾസ്, ഫീൽഡ് എക്സ്പാൻഡേഴ്സ് ഇതൊക്കെ ലോ വിഷൻ എയ്ഡ്സ് ആയിട്ട് കൊടുക്കാവുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിഗാർഡിംഗ് കെമിക്കൽ ഇഞ്ചുറീസ് ടു ദ ഐ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ്? ഓപ്ഷൻസ്: എ, ആസിഡ് ബേൺസ് ആർ മോർ ഡേഞ്ചറസ് ദാൻ ആൽക്കലി ബേൺസ്. ബി, കെമിക്കൽ ഇഞ്ചുറി ടു ഐ ഈസ് an ophthalmic emergency. C, chemical injury can result in limbal stem cell deficiency. D, amniotic membrane transplantation can be used in treating chemical injuries. ഇതിൽ ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ടെക്സ്റ്റിൽ കറക്റ്റ് പറയുന്നുണ്ട് ആസിഡ് ബേൺസിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ളത് ആൽക്കലി ബേൺസ് ആണ്. ആൽക്കലി ബേൺസ് ആർ മോർ ഡേഞ്ചറസ് ദാൻ ആസിഡ് ബേൺസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the power of a convex lens with a focal length of 25 centimeters? Options: A, 0.5 diopter, B, 1 diopter, C, 2 diopter, D, 4 diopter. ഫോക്കൽ ലെങ്ത്തും അതുപോലെ പവറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? പവർ ഈക്വൽ ടു 1/f ആണ്. എഫ് നമുക്ക് ഫോക്കൽ ലെങ്ത് നമ്മൾ മീറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ പവർ ഓഫ് എ ലെൻസ് ഈക്വൽ ടു 1/f എന്ന് പറയാം. എന്നാൽ നമുക്ക് സെൻറ്റിമീറ്ററിലാണ് ഫോക്കൽ ലെങ്ത് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ അതിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു 100 മുകളിൽ വരും. അപ്പോൾ നമ്മുടെ പവർ എന്തായിട്ട് മാറും? പവർ ഈക്വൽ ടു 100/f എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് പ്രകാരം ഇവിടെ പവർ ഈക്വൽ ടു 100/25 എന്ന് വരും. അപ്പോൾ നമുക്ക് 4 ഡയോപ്റ്റർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദി ഫോളോവിങ് ആർ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എംപ്ലോയ്ഡ് ഇൻ ഗ്ലോക്കോമ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ, ഗോണിയോട്ടമി, ബി, ട്രാബിക്കുലക്ടമി, സി, എൻഡ് യാക് ലേസർ ക്യാപ്സുലോട്ടമി, ഡി, എൻഡ് യാക് ലേസർ ഐറോട്ടമി. ഇതിൻ്റെ ആൻസർ എന്താണ്? ക്ലിനിക്സിലൊക്കെ നിന്നവരാണെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മൾ യാക് ലേസർ ക്യാപ്പുലോട്ടമി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആഫ്റ്റർ കാറ്ററാക്റ്റ് ആയിട്ട് കാറ്ററാക്ട് സർജറി കഴിഞ്ഞിട്ട് നമുക്ക് PCO, പോസ്റ്റീരിയർ ക്യാപ്സുലർ ഒപ്പാസിറ്റി ഒക്കെ വരുമ്പോൾ അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് യാക് ലേസർ ക്യാപ്സുലോട്ടമി. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. എ പേഷ്യൻ്റ് ഹാസ് എ റെഡ് മെഡോക്സ് റോഡ് വിത്ത് സിലിണ്ടേഴ്സ് ഓറിയൻറ്റഡ് വെർട്ടിക്കലി ഇൻ ഫ്രണ്ട് ഓഫ് ദി റൈറ്റ് ഐ. വാട്ട് ഡസ് ദ പേഷ്യൻറ്റ് സീ വെൻ ദ പേഷ്യൻറ്റ് ലുക്സ് അറ്റ് എ ഡിസ്റ്റൻറ്റ് വൈറ്റ് ഫിക്സേഷൻ ലൈറ്റ്? ഈ മെഡോക്സ് റോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെഡോക്സ് റോഡ് യൂസ് ചെയ്യുന്നത് ട്രോപ്പിയാസിനെയും ഫോറിയാസിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡോക്സ് റോഡ് യൂസ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ നമ്മൾ മെഡോക്സ് റോഡിൽ സീരീസ് ഓഫ് പ്ലാനോ കോൺവെക്സ് ലെൻസസ് ഉണ്ടായിരിക്കും. നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇത് വെർട്ടിക്കലി ആണ് വെക്കുന്നതെങ്കിൽ, അതായത് ഇതിൽ കാണുന്ന റെഡ് ലൈൻസൊക്കെ വെർട്ടിക്കലി ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് കാണുന്ന ഇമേജ് ഹൊറിസോണ്ടലി ആയിരിക്കും. അതുപോലെ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഹൊറിസോണ്ടലി ആണ് മെഡോക്സ് റോഡ് വെച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് കാണുന്ന റെഡ് ലൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കലി ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ആക്സിസിന് നമ്മൾ വെക്കുന്ന ആക്സിസിന് 90 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഇമേജ് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? നമ്മൾ ഒരു കണ്ണിൽ മെഡോക്സ് റോഡ് വെക്കും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഒരു ലൈറ്റ്, നമ്മളൊരു പോയിൻറ്റ് ലൈറ്റിന് ഒരു ടോർച്ച് ലൈറ്റോ എന്തെങ്കിലും നമ്മുടെ കണ്ണിന് മുമ്പിലേക്ക് അടിക്കും. നമ്മളിത് ഡാർക്ക് റൂമിൽ ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു കണ്ണിൽ എന്തുണ്ട്? മെഡോക്സ് റോഡ് ഉണ്ട്. അതുപോലെ നമ്മൾ പോയിൻറ്റ് ലൈറ്റ് നമ്മൾ അടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണുന്നത് എങ്ങനെയായിരിക്കും? ഈ മെഡോക്സ് റോഡ് വെച്ചതുകൊണ്ട് നമുക്കൊരു റെഡ് ലൈൻ എന്തായാലും കാണും. അതുകൂടാണ്ട് ഒരു പോയിൻറ്റ് ലൈറ്റും കാണും. അപ്പോൾ നോർമലായിട്ട് ഉള്ള ഒരു കണ്ണാണെന്നുണ്ടെങ്കിൽ, നോർമലായിട്ടുള്ള ഫോറിയാസ് ഒന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റും അതുപോലെ തന്നെ ആ റെഡ് ലൈനിൻ്റെ നടുക്കായിട്ട് ആ ഒരു പോയിൻറ്റ് ലൈറ്റ് ഉള്ള പോലെ നമുക്ക് കാണും. സെപ്പറേറ്റ് ആയിട്ടായിരിക്കില്ല കാണുക. ഇനി ഇപ്പോൾ ഒരു ഈസോഫോറിയ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡോക്സ് റോഡ് റൈറ്റ് ഐയിൽ ഹൊറിസോണ്ടലായിട്ടാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഈസോ ഡീവിയേഷൻ ഉള്ള ഒരാളുടെ ഇമേജ് എങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക? അവർ കാണുന്നുണ്ടാവുക ആ റൈറ്റ് ഐയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് വെർട്ടിക്കലി ആ ഒരു റെഡ് ലൈനായിട്ട് ആ സ്ട്രേക്ക് കാണും. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ആ ടോർച്ചിൽ നിന്ന് വരുന്ന ആ ഒരു പോയിൻറ്റ് ലൈറ്റും കാണും. അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടിട്ടും കാണുക.
എക്സോഡീവിയേഷൻ ആണെങ്കിൽ നമ്മൾ റൈറ്റ് ഐയിലാണ് ഈ മെഡോക്സ് റോഡ് ഇതേപോലെ ഹൊറിസോണ്ടലി വെച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് കിട്ടുന്നത് ലെഫ്റ്റ് ഭാഗത്തായിരിക്കും എന്തുണ്ടാവുക, നമ്മൾ കാണുന്നതിൽ ലെഫ്റ്റ് ഭാഗത്തായിരിക്കും നമുക്ക് വെർട്ടിക്കലി ആ ഒരു റെഡ് ലൈൻ സ്ട്രീക്കായിട്ട് കാണാൻ പറ്റുക. ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ റൈറ്റ് ഐനോട് ചേർന്ന സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പോയിന്റ് ലൈറ്റ് ആയിരിക്കും. അതായത് മെഡോക്സ് റോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സോഫോറിയ ആണെന്നുണ്ടെങ്കിൽ ക്രോസ്ഡ് ആയിട്ടായിരിക്കും ഇമാജസ് കാണാൻ പറ്റുക. എന്നാൽ അൺക്രോസ്ഡ് ഇമാജസ് കാണാൻ പറ്റുന്നത് ഈസോഫോറിയയിലായിരിക്കും ഈ മെഡോക്സ് റോഡ് ടെസ്റ്റിൻ്റെ കേസിൽ. ഈ കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇപ്പം നമ്മൾ മെഡോക്സ് റോഡ് ഹൊറിസോണ്ടലിയാണ് വെച്ചത്. ഇതുപോലെ വെർട്ടിക്കലി ആണ് നമുക്ക് മെഡോക്സ് റോഡ് വെക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് ആയിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ ഒപ്പിയാസും ഫോറിയാസും ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ പേഷ്യൻറ്റ് ഹാസ് എ റെഡ് മെഡോക്സ് റോഡ് വിത്ത് സിലിണ്ടേഴ്സ് ഓറിയൻറ്റഡ് വെർട്ടിക്കലി ഇൻ ഫ്രണ്ട് ഓഫ് ദി റൈറ്റ് ഐ. വാട്ട് ഡസ് ദ പേഷ്യൻറ്റ് സീസ് വെൻ ദ പേഷ്യൻറ്റ് ലുക്സ് അറ്റ് എ ഡിസ്റ്റൻറ്റ് വൈറ്റ് ഫിക്സേഷൻ ലൈറ്റ്? അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വെർട്ടിക്കലി ആണല്ലോ നമ്മുടെ മെഡോക്സ് റോഡ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. റെഡ് മെഡോക്സ് റോഡ് ആയതുകൊണ്ട് റെഡ് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും നമുക്ക് കാണുക. പിന്നെ കാണുന്നത് വൈറ്റ് ലൈറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കാണുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിലബസിലെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള മൈക്രോബയോളജിയിലെ ഒരു പാർട്ട് ഞാൻ പറയാം, ക്ലാസ് എടുക്കുമ്പോൾ പറയാം. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.